ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം വരുന്നുണ്ട്. മികച്ച മലയാള ചിത്രമായി ഉള്ളൊഴുക്ക് എന്ന സിനിമയായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ദേശീയ പുരസ്കാര പ്രഖ്യാപനം പുരോഗമിക്കുകയാണ്. മികച്ച മലയാള സിനിമ ഉള്ളൊഴുക്ക് ഏറെ പ്രേക്ഷക പ്രശംസയും നിരൂപക പ്രശംസയും നേടിയ സിനിമയാണ് ഉള്ളൊഴുക്ക്. പാർവതി തിരുവോത്തും ഉർവശിയും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ഒരു പ്രളയകാലത്തെ ആസ്പദമാക്കി ഒരുക്കിയ സിനിമയാണ് ഉള്ളൊഴുക്ക്. വലിയ തരത്തിൽ ജനങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. ഒരുപാട് പ്രശംസ നേടിയ സിനിമയാണ് ഉള്ളൊഴുക്കാണ് ഇപ്പോൾ മികച്ച മലയാളം ചിത്രമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് മലയാളികൾക്ക് ഏറെ സന്തോഷിക്കാനുള്ള വകയുണ്ട്. ദേശീയ പുരസ്കാരം മികച്ച മലയാള ചിത്രമായി ഉള്ളൊഴുക്കിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. 71ാമത് ദേശീയ പുരസ്കാരം, ചലച്ചിത്ര പുരസ്കാരമാണ് ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത്. 2023 സിനിമകൾക്കുള്ള പുരസ്കാരങ്ങളാണ് ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത്. അതിലാണിപ്പോൾ മികച്ച മലയാളം സിനിമയായി ഉള്ളൊഴുക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നേരത്തെ നോൺ ഫീച്ചർ വിഭാഗത്തിൽ മലയാള ചിത്രത്തിന് പുരസ്കാരമുണ്ടായിരുന്നു. നേക്കൽ ദ ക്രോണിക് ഓഫ് പാഡിമാൻ എന്ന സിനിമയ്ക്ക് പ്രത്യേക ജൂറി പരാമർശവും ലഭിച്ചിരുന്നു. ഇപ്പോൾ ഉള്ളൊഴുക്കിനും പുരസ്കാരമുണ്ട്. മികച്ച മലയാള സിനിമ എന്നുള്ള വിഭാഗത്തിലാണ് ഉള്ളൊഴുക്കിന് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ പുരസ്കാരം. ദേശീയ സിനിമ പുരസ്കാരം, ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഓരോരോ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ്. ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടിയാണ് ഈ പുരസ്കാര പ്രഖ്യാപനം ആരംഭിച്ചത്. ഓരോരോ ഭാഷയിലെ മികച്ച സിനിമകൾ ആണിപ്പോൾ പ്രഖ്യാപിക്കുന്നത്. മികച്ച മലയാള ചിത്രമായി ഉള്ളൊഴുക്കാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. പാർവതി തിരുവോത്തും ഉർവശിയും കേന്ദ്ര കഥാപാത്രങ്ങളായി ക്രിസ്റ്റോ ടോമി രചനയും സംവിധാനവും നിർവഹിച്ച് പുറത്തിറങ്ങിയ മലയാള സിനിമയാണ് ഉള്ളൊഴുക്ക്. വലിയ തരത്തിൽ പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയ സിനിമയാണ്. വാണിജ്യപരമായും ഏറെ നേട്ടം കൊയ്ത സിനിമയാണ് ഉള്ളൊഴുക്ക്. ആ സിനിമയാണ് മികച്ച മലയാള സിനിമയായി ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്.